കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിദ്യാഭ്യാസ സംവിധാനങ്ങൾ നൽകുന്ന സംഭാവന ചെറുതല്ല. നമുക്കറിയാം, ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കേരളത്തില് സ്കൂൾ സംവിധാനം സുതാര്യമായ രൂപത്തില് വളരെയധികം സിസ്റ്റമാറ്റിക് സംവിധാനത്തോടുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സ്കൂൾ സമയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചകളും സമരങ്ങളും നടക്കുകയാണ്. ഈ രംഗത്ത് പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടത്, കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തന്നെ ഇന്ന് താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ ഒരു ഗവർണർ, നേരത്തെയുള്ള ഗവർണറും ഇപ്പോഴത്തെ ഗവർണറും തമ്മിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ലഭിച്ച അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനുള്ള ഹീനമായ ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളുമെല്ലാം സമരരംഗത്തിറങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ കേരളത്തിൽ വളരെയധികം നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളിൽ സമയവുമായി ബന്ധപ്പെട്ട് സമയം സ്കൂളുകളിൽ കൂട്ടണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം വരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനോട് ഒരിക്കലും മുസ്ലിം സംഘടനകൾക്ക് എതിരഭിപ്രായമില്ല. നല്ല പഠന പുരോഗതിക്ക് വേണ്ടി ആവശ്യമായത് എന്ത് സർക്കാർ അവലംബിച്ചാലും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് ഇവിടെ എല്ലാ സമുദായങ്ങൾക്കുമുള്ളത്. ഇവിടെ പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ഈ സ്കൂൾ സമയമാറ്റത്തെ മുസ്ലിം മതസംഘടനകൾ എതിർക്കുന്നത് എന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. കാരണം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മദ്രസ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മദ്രസ സംവിധാനം ഈ രാജ്യത്തിന് നൽകുന്ന ധാർമ്മികവും മതേതരത്വവുമായ മൂല്യങ്ങൾ ഒരിക്കലും വിസ്മരിക്കാവുന്നതല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുജനങ്ങൾക്കും ആ സത്യം അറിയുന്നതാണ്. ഈ മദ്രസ സംവിധാനം, മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ അത് കഴിഞ്ഞിട്ടാണ് സ്കൂളുകളിൽ പോകുന്നത്. രണ്ട് വിദ്യാഭ്യാസവും അവർക്ക് ഇതുവരെ ലഭിക്കും തടസ്സമായിരുന്നില്ല. ആ സമയത്താണ് പരിഷ്കരണത്തിന്റെ പേരിൽ സ്കൂൾ സമയം കൂട്ടാനുള്ള സർക്കാർ ആലോചന അല്ലെങ്കിൽ തീരുമാനം വരുന്നത്. ആ നല്ല തീരുമാനത്തോട് ഒരിക്കലും എതിരില്ല. പക്ഷേ അത് വലിയ ഒരു സംവിധാനത്തെ തകർത്തുകൊണ്ടാവരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില പ്രസ്താവനകൾ ഒരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മന്ത്രിയിൽ നിന്നുണ്ടാവേണ്ടതല്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഏതെങ്കിലും ചെറിയ സമുദായങ്ങൾക്ക് വേണ്ടി വലിയ സമുദായങ്ങളുടെ ആവശ്യം ബലികഴിക്കാൻ പറ്റുകയില്ല എന്ന അർത്ഥത്തിൽ സംസാരിക്കുകയുണ്ടായി. മൂന്നാമത് ഈ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട്, വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതെന്താ വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കിയത്? അദ്ദേഹത്തിന് തറവാട് സ്വത്തായി കിട്ടിയതാണോ ഈ മന്ത്രിസ്ഥാനം എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹത്തിന് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോ അത് സ്വന്തം ഇഷ്ടപ്രകാരം എന്തും ചെയ്യാനും അതിനെ എതിർക്കുന്ന ആളുകളെ വേറെ രൂപത്തിൽ ചിത്രീകരിക്കാനും ധാർഷ്ട്യതയോടുകൂടി മന്ത്രി ഈ തീരുമാനത്തെ കൈകാര്യം ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും മന്ത്രിക്ക് ഈ അഭിപ്രായം മാറ്റേണ്ടി വരും. കാരണം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണി, ആ മുന്നണിയുടെ പൊതു സ്വഭാവത്തിന് യോജിച്ചതാണോ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ പ്രസ്താവന എന്ന് പൊതുജനം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, സ്കൂൾ സമയം വർദ്ധിപ്പിച്ച് അല്ലെങ്കിൽ പഠനത്തിന് നിലവിലുള്ള പീരീഡ് പോരെങ്കിൽ സമയം കൂട്ടുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പില്ല. അതേസമയം സർക്കാർ, വിദ്യാഭ്യാസ മന്ത്രി ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരുപാട് ലീവുകൾ സ്കൂളുകൾക്ക് അനുവദിക്കുകയാണ്. ഓണം വെക്കേഷന് 10 ദിവസം ലീവ്, ക്രിസ്മസ് വെക്കേഷന് 10 ദിവസം ലീവ്, ഏപ്രിൽ മെയ് തുടർച്ചയായ 2 മാസം പൂർണ്ണമായിട്ട് വെക്കേഷൻ അവധി നൽകലോടുകൂടെ
സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളിൽ, പ്രവൃത്തി ദിനങ്ങളാകുന്ന മറ്റു മാസങ്ങളിലാണ് ഓണത്തിന് 10 ദിവസത്തെ അവധിയും ക്രിസ്മസിന് 10 ദിവസത്തെ അവധിയുമെല്ലാം കൊടുക്കുന്നത്. ആ അവധിയൊക്കെ ഒന്ന് കുറച്ചിട്ട്, അവധി തീരെ വേണ്ട എന്ന് പറയുന്നില്ല, ആവശ്യത്തിന് ക്രിസ്മസിന്റെ 1-2 ദിവസങ്ങൾ അവധി കൊടുത്ത്, ഓണത്തിന് തിരുവോണത്തിന്റെയും മറ്റൊക്കെ ദിവസം പ്രമാണിച്ച് അവധി കൊടുത്ത്, അങ്ങനെ അവധി കൊടുക്കാൻ സർക്കാർ ശ്രമിക്കണം. ഞങ്ങൾ പെരുന്നാളിന്റെ പേരിൽ 10 ദിവസം ലീവ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. അതുപോലെ റമദാനിന് വേണ്ടി ലീവ് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ആലോചിക്കേണ്ടത്, ഒരുപാട് ലീവുകളുണ്ട്. ഓരോ മാറി മാറി വരുന്ന സർക്കാരുകൾ അതാത് ഓരോ സമുദായക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ആ സമുദായത്തിന്റെ നേതാക്കന്മാരുടെ സമാധി ദിനങ്ങളും അവരുടെ ജയന്തി ദിനങ്ങളും പൊതു അവധിയാക്കി പ്രഖ്യാപിക്കുകയാണ്. താൽക്കാലികമായ വോട്ട് ലാഭത്തിന് വേണ്ടി അവർ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങളിലൂടെ എത്രയോ വിദ്യാഭ്യാസപരമായ അവധി പ്രവൃത്തി ദിനങ്ങളാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരുകൾ ആലോചിക്കേണ്ടത്, ഇത്തരം ഈ തീരുമാനങ്ങൾ അവധിയിൽ, മൊത്തത്തിലുള്ള അവധിയിൽ ഒരു പുനഃപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യത്തിന് മാത്രം ലീവ് അനുവദിച്ചുകൊണ്ട് ബാക്കിയുള്ള ദിവസമൊക്കെ പ്രതിദിനമാക്കുക. എന്നാൽ ഇഷ്ടം പോലെ സമയം ഈ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് സമയം കിട്ടും. അല്ലാതെ നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മദ്രസ സംവിധാനങ്ങളെ, അതിന്റെ പ്രവർത്തനങ്ങളെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലുള്ള സമയം മാറ്റം, അതല്ല സർക്കാർ ആലോചിക്കേണ്ടത്. അനിയന്ത്രിതമായ ഓവറായ ലീവുകൾ അത് വെട്ടിച്ചുരുക്കി മുന്നോട്ട് പോയാൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഈ നല്ല തീരുമാനം എടുത്താൽ തന്നെ വിദ്യാഭ്യാസ മേഖല അത് പരിപോഷിപ്പിക്കാൻ കഴിയും. ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവേണ്ടത്. ഇന്നറിയാൻ കഴിഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പോലും. അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. കാരണം നമുക്കറിയാലോ, ഈ വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹതയുള്ള ആളാണോ ഇദ്ദേഹം എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വകുപ്പ് കിട്ടിയത് അതും നമുക്കെല്ലാം അറിയാം. ഏതായിരുന്നു അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം. ജനാധിപത്യ രൂപത്തില്, ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി, മന്ത്രി ആരാണെങ്കിലും ആ രൂപത്തിൽ മാത്രമേ സംസാരിക്കാവൂ. അവകാശങ്ങൾക്ക് വേണ്ടി അത് എല്ലാവർക്കും അവകാശങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ. മാന്യമായി പരിഗണിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അത് ഞങ്ങൾ ചോദിക്കുന്നു. അത് മറ്റുള്ളവർക്ക് മദ്രസ ഈ സ്കൂൾ സമയം കൂട്ടിയത് കൊണ്ട്, കുറച്ചത് കൊണ്ടോ അല്ലെങ്കിലും മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, മറ്റു മതക്കാർക്ക് ബുദ്ധിമുട്ടില്ല. ഇവിടെ പിന്നെ കമ്മ്യൂണൽ ഡിവൈഡിങ്ങിന് മന്ത്രി ശ്രമിക്കരുത്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എന്താ അദ്ദേഹം പറഞ്ഞത്? ഇവിടെ ചെറിയ സമുദായത്തിന്, ഒരു സമൂഹത്തിന് വേണ്ടി വലിയ സമുദായത്തിന്റെ ലക്ഷ്യം. ഇവിടെ വലിയ സമുദായം ആരെങ്കിലും സ്കൂൾ സമയം കൂട്ടണമെന്ന് പറഞ്ഞോ? ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ സ്കൂൾ സമയം പോരാ കൂട്ടണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് മന്ത്രി താങ്കളുടെ ആ വിദ്യയൊക്കെ ചുരുട്ടി കീശയിലിടുക? അല്ലാത്ത അനാവശ്യമായി സംസാരിക്കാൻ വന്നാൽ ജനാധിപത്യ രൂപത്തിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരും.